ഹായ് ഫ്രണ്ട്സ്, ഞാനിത് മാങ്ങയും കൊണ്ടുള്ളൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: 1/2 ലിറ്റർ പാല്, 3 മാങ്ങ, പിന്നെ 1 സ്പൂൺ അരിപ്പൊടി. ഞാൻ ഉണ്ടാക്കൽ 1 ലിറ്റർ പാലാണെങ്കിൽ 2 സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുക. ഇപ്പോൾ ഇന്ന് 1/2 ലിറ്റർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1 സ്പൂൺ അരിപ്പൊടി. ഇത് നന്നായിട്ട് കട്ടല്ലാതെ കലക്കുക, ഇവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്, ഇതിൻ്റെ പകുതി പാലാണ് ഒഴിക്കാൻ പോണത്. അതിലാദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, അതിൻ്റെ അടിയിൽ പിടിക്കില്ല. ഏകദേശം പകുതിയായി. ഇനി ഇത് തീരെ കട്ട പറ്റില്ല. കട്ടയൊക്കെ നല്ലവണ്ണം അടിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ വേണം ഇതിലേക്ക് അരിച്ചൊഴിക്കാൻ. ഇനി നമ്മൾ ഈ അരിപ്പൊടി ഇതിൽ കട്ട എന്തെങ്കിലും ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ് അരിച്ചു കൊടുക്കണം. നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. ഇതുണ്ടല്ലേ, കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. ഇതിന് വേണ്ട പഞ്ചസാര ഇട്ടാൽ പഞ്ചസാരയൊക്കെ ഏകദേശം ഒരു കണക്കാണ്. നമുക്കറിയില്ലേ ഇപ്പം മധുരം എത്ര വേണം, എത്ര മാങ്ങണ്ട് എന്നൊക്കെ. ഇനി നന്നായിട്ട് കുറുക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് തിളയ്ക്കുന്നവരെ ഫ്ലെയിം കൂട്ടിയിട്ട്, പിന്നെ തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിപ്പോൾ തിളച്ച് വരാനായിട്ടോ, ഇതിനൊരു ക്രീം പോലെ ആവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കുറുകി ഒരു ക്രീം പരുവത്തിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യുക. ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ആവണം. ഇത് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം പാട കെട്ടാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ച് കൊടുക്കുക. കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ മാങ്ങയിൽ തന്നെ കളറുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ലേശം കലക്കിയിട്ട് കുറുക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കുക. ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. മാങ്ങയും നമ്മൾ ആ കുറുക്കിയെടുത്ത പാലും അരിപ്പൊടിയൊക്കെ പാടും. പിന്നെ ഞാനിത് ഈ സ്പൂണിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മാറിപ്പോരുത്, വലിയ സ്പൂൺ വേണം. നമുക്കിതൊരു ഓയിൽ പേപ്പറിൽ കൊണ്ടിങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ.